സ്വന്തം വീട്ടിൽ നിന്ന് കറിവേപ്പില പറിച്ച് കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും സന്തോഷവുമാണ് കേട്ടാ. നല്ല മണം. അപ്പം നമ്മുടെ കൂട്ടുകറി റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ ഓണം ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. ചെറിയ രീതിയിൽ, ഒരുപാടൊന്നുമല്ല. ഇപ്പം നമ്മൾ ഓണത്തിന് എന്നൊക്കെ പറഞ്ഞാൽ 10 തരം കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അത്രയ്ക്കൊന്നുമില്ല, എന്നാലും ചെറിയ രീതിയിലൊക്കെ കുറച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്, നമ്മുടെ ഓണാഘോഷം. അപ്പം നമുക്ക് നേരെ ആ കാഴ്ചകളിലേക്കൊക്കെ എല്ലാം പോവാം. അപ്പോൾ ഞാനും കുട്ടികളൊക്കെ 2 ദിവസം മുമ്പ് വന്നതാണ്. ഇന്ന് തിരികെ പോവുകയും ചെയ്യും. അപ്പം എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ഓണം. അപ്പോൾ ഞങ്ങളുടെ സദ്യ ഒരുക്കങ്ങളൊക്കെ ഏകദേശം ആയി. ഇനി നമ്മൾ സദ്യ ഉണ്ണാനുള്ള വാഴയില മുറിക്കാൻ പോവാണ്. ഞങ്ങളുടെ വീട്ടിൽ ധാരാളം വാഴയുണ്ട്, അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ വാഴയില മുറിക്കാം. പിന്നെ എന്തൊക്കെയാണ് സദ്യക്ക് ഒരുക്കിയിരിക്കണതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുഞ്ഞെല്ലാം മോൾക്കെടുക്കാം അല്ലേ, ഇരിക്കട്ടെ. ഒരു രസമല്ലേ, അവരൊരു വീട്ടിൽ തന്നെ വാഴയും കറിവേപ്പിലയും സാധനങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ. ആ ഉമ്മ ചീത്ത പറയുമെന്തോ ഇനി ചെറിയ ഇലകളൊക്കെ മുറിച്ചതിന്. പക്ഷെ വലിയ ഇല എത്തുകയില്ല, ദൂരെയാണ്, മുകളിലാണ്. സാമ്പാർ വെച്ച് തിരക്കില്ലേ അത്ത ഒഴിക്കൽ കഴിഞ്ഞു കറി ഇവിടെ സീറ്റ് ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും ചെയറിൽ വെക്കണ്ടോ? 2 സീറ്റില്ല, 3 സീറ്റും ഉണ്ട്. ഇഞ്ചിപ്പുളി മാത്രമാ സാമ്പാർ ഒഴിക്കണം. ഉപ്പാക്ക് ഇഞ്ചിപ്പുളി വേണം. കൂടുതൽ വന്നിട്ട് അതിൽ അല്ല അത് കുഴപ്പമില്ല. ഉണ്ണിമോന് ഇവിടെ വേണം. അമ്മ ഇതിനൊരു സ്പൂൺ ഉണ്ടെങ്കിൽ മത്തൻ കറി കൊടുത്തിട്ടില്ല. ഞാൻ എടുത്തില്ല. ഓ ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇറക്കി വിടുന്നു നാളെ വന്നാൽ അതിന് ഭാഗങ്ങളുണ്ട്. ചോറിൻ്റെ കൂടെ അത്ര ചപ്പാത്തി, ഇഡ്ഡലി, ചപ്പാത്തി.
പൂക്കളിടാൻ വേണ്ടി പൂ പറിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ വീട്ടിലുള്ളതാണ്. കനകാംബരം, ഓറഞ്ച് കളറ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വെച്ച പൂവാണ് കേട്ടോ. ഇത് ചെടികളാണ്. ഇപ്പൊ ഈ പൂ അധികം എല്ലാവരുടെ വീടുകളിലൊന്നും ഉണ്ടാവില്ല. കനകാംബരം ഇത് നമ്മളുടെ ഉമ്മമ്മന്റെ വീട്ടിലുള്ളതാ അല്ലേ? ഇത് പുതുക്കി പോലെ അതെനിക്ക് എത്തുള്ളൂ, മോൾക്കത്തില്ല. സാധാരണ ഇത് മുല്ലപ്പൂവിന്റെ കൂടെ ചേർത്ത് കെട്ടി വെക്കും കനകാംബരം. മുല്ല പോലെ തന്നെ. മുല്ലപ്പൂ ഒന്നും കൂടി പഠിക്കാം. മുല്ലപ്പൂ ഉണ്ടല്ലേ? കുറച്ച് നാൾ മുമ്പ് ഉമ്മ ഇവിടെ വന്നപ്പം ഒരുപാട് മുല്ലപ്പൂ ഉണ്ടായിരുന്നു. ഓർക്കുന്ന നമ്മൾ ഈ പൂ പഠിക്കാം. ഇതിന് പ്രത്യേകത ഒരു മണമാണ് അല്ലേ? നമ്മൾ പൂക്കളം എടുക്കാൻ പോവാണ് അല്ലേ? ഇതിന് നല്ല മണമാണ്. നല്ല ആസ്വദിക്കാൻ പറ്റിയ മണമാണ്. ആസ്വദിക്കാൻ പറ്റും. അവിടെ ഇവിടെ ഒരു ചെടിയേ ഉള്ളൂ അല്ലേ? ചെടികളകണ്ട മൂന്ന് പൂവും. അതാണ് സാധനം. നല്ല വലിയ പൂവാണിത് കണ്ട. അതെ, നല്ല കളറാ അല്ലേ? ഇതിന്റെ വൈറ്റ് ഷെയ്ഡും വരും. തുമ്പപ്പൂ വിരിഞ്ഞ ഇത് തുമ്പയല്ല. ഞങ്ങളുടെ വീടിന്റെ പുറകിൽ കുറേ മുക്കുറ്റിപ്പൂവുണ്ട് കേട്ടോ. വന്നിരിക്കുവാണ്. ഞാൻ മുക്കുറ്റിപ്പൂ കാണിച്ചു തരാം. അതന്നെ മുക്കുറ്റിപ്പൂ എത്ര വിരിഞ്ഞു താഴെ കണ്ടെത്തിൽ. മഞ്ഞ ഇതാണ് മുക്കുറ്റിപ്പൂ കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ പുറകിൽ ഒരുപാടുണ്ട്. അപ്പൊ ഇത് കുറച്ച് പറിച്ചെടുക്കാം. ഇത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടോ പറിക്കാൻ. കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്, നല്ല കുഞ്ഞതാ. അതുകൊണ്ട് ഒന്ന് പറിക്കണം. പറിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇവിടെ കടുത്തൂവ ചെടിയുണ്ട്, അതിൽ തട്ടരുത്. തട്ടിയാൽ നന്നായി ചൊറിഞ്ഞ് മരിക്കാം. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏത്? ഇതാണ് മഷിത്തണ്ട്. പണ്ട് സ്ലേറ്റ് മായ്ക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് മഷിത്തണ്ട് കേട്ടോ. ഇത് മഷിത്തണ്ട് എന്ന് പറയുമ്പോ മഷിയല്ലേ? ഇതിലുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ. ഇപ്പോഴും കുട്ടികൾക്കെല്ലാം പിന്നെ സ്ക്രബ്ബറും മറ്റൊക്കെ ഉണ്ടല്ലോ. അന്ന് ഞങ്ങൾ ഈ മഷിത്തണ്ട് ഉപയോഗിച്ചിട്ടാ സ്ലേറ്റ് മായ്ക്കുക. ഇതുവരെ കടമേക്കിരിക്കും മറ്റു കുട്ടികളുടെ കയ്യിൽ നിന്ന്. കേട്ടാ, നമ്മൾ കുറച്ച് പൂവ് നമ്മുടെ വീട്ടിലുള്ളത് പറിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ചെണ്ടുമല്ലി വീട്ടിൽ നിന്നല്ല, ഒരാൾ നമുക്ക് തന്നതാണ്. അപ്പോൾ ഈ പൂവ് കൊണ്ട് നമ്മൾ ചെറിയൊരു പൂക്കളം ഉണ്ടാക്കാൻ പോവാണ്. ഇനി തികഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് ഇലയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ചെറിയ പൂക്കളം. ഒരാൾ ചെമ്പത്തിപ്പൂവിന് പോലെ റോസാപ്പൂ ചെവിയിൽ വെച്ചിരിക്കുവാണ്. സാധാരണ ചെമ്പത്തിപ്പൂവാണ് ചെവിയിൽ വെക്കാറ്. ചരിത്രം മാറ്റിമറിച്ചു അല്ലേ? ഇവിടെ ഇതാ അല്ലേ? നമ്മളിവിടെ ഒരു പിക്ചർ വരയ്ക്കാന്ന് വിചാരിച്ചിട്ട് ചോക്കൊന്നും ഇല്ലാത്തത് കൊണ്ട്, ചോക്കില്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. ഉണ്ടാക്കുകയാണ്. വെറുതെ ഒരു റൗണ്ടിൽ പൂക്കളം ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ പറിക്കുകയാണ്. പറിക്കാൻ കിട്ടണ്ട. നല്ല ഇതാക്കി പറിക്കും. നല്ല ഭംഗിയല്ലോ. കുറച്ച് കുറച്ച് വെക്കണം കേട്ടാ. നല്ല ഭംഗിയിൽ വെക്കണം അല്ലേ? നല്ല കട്ടിയായിട്ടിട്. അവിടെ കട്ടിയില്ലാണ്ട് ഇടണം മോളെ. എന്താ ചെയ്യണ്? അയ്യോ